ഓൾഡ് ട്രാഫോർഡിൽ നമ്മുടെ ഹോമിൽ എവർട്ടൺ പോണക്കത്തെ ഒരു ടീം, അതും അവരുടെ പ്ലെയേഴ്സ് തമ്മിത്തല്ലി റെഡ് കാർഡ് മേടിച്ച് 10 പേരുമായിട്ട് നമുക്കെതിരെ ഓൾമോസ്റ്റ് 80 മിനിറ്റാണ് ഇന്നത്തെ മാച്ചിൽ കളിച്ചത്. എന്നിട്ട് നമുക്ക് അവർക്കെതിരെ ഒരു ഗോള് പോലും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്റ്റാറ്റ്സ് നോക്കുമ്പോഴാണ് അതിലും കഷ്ടം തോന്നുന്നത്. കാരണം ഇന്നത്തെ മാച്ചിൽ നമ്മുടെ ഓവറോൾ XG എന്ന് പറയുന്നത് 1.66, അവരുടെയോ 0.23 ആണ് അവരുടെ XG. ടോട്ടൽ നമ്പർ ഓഫ് ഷോട്ട്സ് 25 ഷോട്ടാണ് നമ്മൾ അറ്റൻഡ് ചെയ്ത്, 6 എണ്ണം ഓൺ ടാർഗറ്റ്, 4 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. എവർട്ടൻ്റെ അവസ്ഥ എന്താണ്? ഈ എവർട്ടൺ ക്രിയേറ്റ് ചെയ്ത 0.23 എന്ന് പറയുന്ന XG അത് അവർ ഫസ്റ്റ് ഹാഫിൽ മാത്രം ക്രിയേറ്റ് ചെയ്ത XG ആണ്. ഇന്നത്തെ മാച്ചിൽ അവരുടെ ഷോട്ട് ഓൺ ടാർഗറ്റ് എത്രയാണോ, 1 എണ്ണം, അതവർ ഗോളാക്കി മാറ്റി. സെക്കൻഡ് ഹാഫിൽ അവർക്ക് XG എന്ന് പറയുന്നത് 0, അവരുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷോട്ട്സ് 0, ഓൺ ടാർഗറ്റ് 0. ഇതാണ് അവരുടെ അവസ്ഥ. ഇങ്ങനത്തെ ഒരു ടീമിനെതിരെ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഗോള് സ്കോർ ചെയ്തില്ല എന്നെനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പലരും പറയും പിക്ഫോർഡ് മാരക ഫോമിലായിരുന്നു. മാരക ഫോം എന്ത്, നമുക്ക് മര്യാദയ്ക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്. ഇത്രയും ചാൻസ് കിട്ടിയിട്ട് നമ്മൾ എന്തുകൊണ്ട് സ്കോർ ചെയ്തില്ല? ആ ഒരു സ്കോർ ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ പ്ലെയേഴ്സിൻ്റെ കഴിവുകേടാണ്. എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ബ്രൂണോ ഫെർണാണ്ടസിനും ഡോർഗൂന് ശരിക്കും പറഞ്ഞാൽ പുട്ടുപോലക്കത്തെ ചാൻസ്, യാതൊരു പ്രഷറും ഇല്ലാതെ പുള്ളിക്ക് സ്കോർ ചെയ്യാൻ കിട്ടിയ ചാൻസ്. സെക്കൻഡ് ഹാഫിൽ നോക്കിയാൽ യുണൈറ്റഡിൻ്റെ ചാൻസസിൻ്റെ പെരുമഴയാണ്. അതിന് ചാൻസ്, ബ്രൂണോയ്ക്ക് ചാൻസ്, ബ്രൂണോയുടെ ചാൻസ് നോക്കിയാൽ ഡിലീറ്റ്, ആ ഒരു ലോങ് ബോൾ നമ്മുടെ മൗണ്ടിനെ ഫൈൻഡ് ചെയ്ത് മൗണ്ടിൻ്റെ കട്ട് ബാക്ക് ഞാൻ സ്കോർ ചെയ്തെന്ന് വിചാരിച്ചതാണ്. സെർസിക്ക് 3 ചാൻസാണ് സെക്കൻഡ് ഹാഫിൽ കിട്ടിയത്, 3 ഹെഡർ ചാൻസ്. അതിൽ ഒരെണ്ണം ശരിക്കും പറഞ്ഞാൽ സ്കോർ ചെയ്തു ഗോളായി എന്ന് ഞാൻ വിചാരിച്ചത്. പന്നൻ പിക്ഫോർഡ് ലാസ്റ്റ് ഡിലിറ്റിന് വരെ ചാൻസ് കിട്ടി. അത് ഡിലിറ്റൊക്കെ ഷോട്ട് എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കരച്ചിൽ വരും. ഇതുപോലെ ചാൻസസ് മിസ് ചെയ്യുന്നു പ്ലെയേഴ്സിനെ ഞാൻ കുറ്റം പറയുന്നു. എങ്കിലും പലരും അമോറിമിനെ എതിരെ തിരിയും എന്ന് എനിക്കറിയാം. അമോറിമിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര ഹാപ്പിയൊന്നുമില്ല. കാരണം അമോറിമിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ നമ്മുടെ മാച്ച് തോക്കാനുള്ള മെയിൻ കാരണക്കാരൻ പ്ലെയേഴ്സ് തന്നെയാണ്. അമോറിം ഇന്നത്തെ മാച്ചിൽ അമോറിമിൻ്റെ ടീം സെലക്ഷൻ എനിക്ക് കുറച്ച് മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. അമാദിനെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കളിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. അവിടെ നമുക്ക് പ്ലെയർ ഉണ്ട്, ബെഞ്ചിൽ ഇരിപ്പുണ്ടെന്ന് മൗണ്ട്, അവനെ അവിടെ കളിപ്പിച്ചാൽ പോരെ. അമാദും അതുപോലെ തന്നെ എംബിയുമോയും കൂടെ ആ ഒരു റൈറ്റ് സൈഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാക്കിംഗ് ത്രെട്ട് നമ്മുടെ റൈറ്റ് സൈഡാണ്. അത് അമാദ് അതുപോലെ തന്നെ എംബിയുമോ, അവരുടെ ആ ഒരു കോമ്പിനേഷനിലാണ് നമ്മുടെ അറ്റാക്ക് കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് കളഞ്ഞ് കുളിച്ചു. ഡോർഗു ഒരു സൈഡിൽ, മസറാവി വേറൊരു സൈഡിൽ, 2 വിങ് ബാക്കിനെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ തന്നെ അമോറിം ആ ഒരു ചേഞ്ചൊക്കെ വരുത്തി. നമ്മുടെ മൗണ്ടിനെ കൊണ്ടിരുന്നു, മസറാവി എടുത്ത് മാറ്റുന്നു, അമാദിനെ റൈറ്റ് സൈഡിൽ കളിപ്പിക്കുന്നു, ഡോർഗുവിനെ മാറ്റുന്നു. ഡോർഗുവിനെ മാറ്റിയിട്ട് ഡലോയെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊക്കെ ആഗ്രഹിച്ചു പോകും. ആ ഒരു മാച്ച് കാണുമ്പോൾ ഡോർഗുവിനെ മാറ്റി ഡലോയെ കൊണ്ടുവരണമെന്ന്. അന്ന് ഡലോ പോണക്കത്തെ ഒരാളെ തിരിച്ച് കൊണ്ടുവരണമെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴത്തേനും ഓർക്കണം ഡോർഗു എന്ത് മോശമായിട്ടാണ് ഇന്നത്തെ മാച്ചിൽ കളിച്ചതെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് യുണൈറ്റഡിൻ്റെ അവസ്ഥ. നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 0, ഒന്നുമില്ല. സെർക്സി എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ കുറ്റം പറയത്തില്ല. കാരണം സെർക്സി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഗോൾ മെഷീൻ അല്ല. അത് പുള്ളിയും പറയുന്ന കാര്യമാണ്. സെർക്സി ഇന്നത്തെ മാച്ച് സ്റ്റാർട്ട് ചെയ്തതൊക്കെ ഭയങ്കര മോശമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു പ്രസൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനത്തെ ഒരു മനുഷ്യനെ കാണാൻ കിട്ടുന്നില്ല. ഒരു ഗോൾ സ്കോറിങ് ത്രെട്ടല്ല, അല്ലെങ്കിൽ മിസ് പാസുകൾ നടത്തുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ പരിപാടി സെർക്സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ സെർക്സിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സെർക്സിക്ക് ഗെയിം ടൈം ഈ സീസണിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് സെർക്സി ഒരു സീസണിൽ ഈ സീസണിൽ ആദ്യമായിട്ട് പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നാണ്. പുള്ളി യുണൈറ്റഡിന് വേണ്ടിയോ അല്ലെങ്കിൽ പുള്ളിയുടെ രാജ്യത്തിന് വേണ്ടിയോ ഒന്നും പുള്ളി കളിക്കുന്നില്ല. അപ്പോൾ ആ ഒരു മാച്ച് ഷാർപ്പ്നെസ് എന്താണെങ്കിലും സെർക്സി ലാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാച്ച്, ഇന്നത്തെ മാച്ച് ശരിക്കും 10-70 മിനിറ്റൊക്കെ ആയപ്പോൾ സെർക്സി കുറേയും കൂടെ ഗെയിമിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് സെർക്സി കുറേ ഹെഡർ അറ്റംപ്റ്റ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സെർക്സിയെക്കുറിച്ച് എനിക്ക് വലിയ കംപ്ലയിൻറ്റ് പറയാനില്ല ഇന്നത്തെ മാച്ചിൽ. പുള്ളി ഗ്രാജുവലി ഇമ്പ്രൂവ് ആകുന്നുണ്ട്, അത് മുന്നോട്ട് ഇമ്പ്രൂവ് ആകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മിഡ്ഫീൽഡിൽ കസമീറോ
എന്നും നമുക്ക് കസമീറോ പോകുമ്പം മിഡ്ഫീൽഡ് മോശമാകും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കസമീറോ ഇന്നത്തെ മാച്ചിൽ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേനും ശരിക്കും യുണൈറ്റഡ് ഫസ്റ്റ് ഹാഫിൽ കാണാൻ വയ്യാത്ത ഫുട്ബോൾ, എൻ്റെ പൊന്നെ അത് കണ്ടിരിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഫുട്ബോളാണ് കളിച്ചത്. സെക്കൻഡ് ഹാഫിൽ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നടത്തിയതിന് ശേഷം യുണൈറ്റഡ് കണ്ടിന്യൂസ് അറ്റാക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇതൊക്കെ കാണുമ്പോഴും എൻ്റെ പേടി എന്നാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അമാദും അതുപോലെ തന്നെ എംബിയുമോയും ഇവരൊക്കെ പോയി കഴിയുമ്പോഴത്തെ അവസ്ഥ എന്താവും? ഒന്നാമതായി ഇപ്പം ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് വേണ്ടാത്ത റെക്കോർഡുകളൊക്കെ വാരി കൂട്ടിക്കൊണ്ടിരിക്കുക. ഡേവിഡ് മോയ്സിന് ഇന്ന് റെക്കോർഡ് കൊടുത്തു. ഡേവിഡ് മോയ്സ് ഇന്നേ വരെ ഓൾഡ് ട്രാഫോർഡിൽ പ്രീമിയർ ലീഗിൽ യുണൈറ്റഡിനെ തോപ്പിച്ചിട്ടില്ല, ഓപ്പോസിഷൻ മാനേജറായിട്ട് വന്നിട്ട് തോപ്പിച്ചിട്ടില്ല. അത് ഇന്നത്തെ മാച്ചിൽ നടന്നു. പിന്നെ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ എവർട്ടൺ എന്ന് പറയുന്ന ടീം 2013 ശേഷം ഓൾഡ് ട്രാഫോർഡിൽ ജയിച്ചിട്ടില്ല. അതും ഇന്ന് സാധ്യമായി. ശരിക്കും നമ്മൾ ഇന്നത്തെ മാച്ച് ജയിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ പുഷ്പം പോലെ നമ്മൾ 4 അല്ലെങ്കിൽ 5-ാം സ്ഥാനത്ത് എത്തിയാനേ. നമ്മൾ അത്യാവശ്യം നല്ല ഗോളുകൾ സ്കോർ ചെയ്ത് ജയിച്ചിരുന്നെങ്കിൽ 4-ാം സ്ഥാനത്ത് അല്ലെങ്കിൽ മിനിമം 5-ാം സ്ഥാനത്ത് എത്തേണ്ട മാച്ചാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് മാച്ചിനെ പറ്റി പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നം ഭിന്നം കമൻസായിട്ട് ഇടുക. 3-3:30 വരെയൊക്കെ കുത്തിയിരുന്ന് മാച്ച് ഇന്ത്യയിൽ കാണുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അത് നമ്മൾ ഇത് കാണാൻ വേണ്ടിയല്ല നമ്മളൊന്നും ഇരിക്കുന്നത്. ഇപ്പോൾ ലിവർപൂൾ ആരാധകരൊക്കെ പറയും അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന്. സ്ട്രഗിൾ എന്താണെന്ന് ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ശരി.